ഹലോ ഡേ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ നീറ്റ് 2026 അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ക്രൂഷ്യലായ സമയമാണ് നമ്മുടെ മുമ്പിൽ ഇനി ഉള്ളത്. കുറേ കുട്ടികൾ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാർ എന്തുകൊണ്ടാണ് 500 എബോവ് സ്കോർ കയറാത്തത്? ഒരു വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്, 2 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. ഇവരൊക്കെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും എന്തോ ഒരു മിസ്സിങ് എലമെൻറ്റ് കാരണം നമുക്ക് മാർക്ക് 500 എബോവ് കയറ്റാൻ കഴിയുന്നില്ല. നീറ്റിൻ്റെ ഒരു ട്രെൻഡ് വെച്ച് ഒരു 550 എബോവ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഈ വർഷമൊക്കെ സേഫ് സ്കോർ ആവാനുള്ള ചാൻസ് ഉണ്ട്. നീറ്റ് അടുത്തടുത്ത വർഷങ്ങളിൽ ഒരേ പാറ്റേണിലാണല്ലോ നടക്കാറുള്ളത്. ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷനാണ് പറഞ്ഞത്, ഒരു എക്സ്പെക്റ്റേഷനാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ ആവണമെന്ന് ഉറപ്പില്ല. ഈസി ആണെങ്കിൽ പിന്നെ പൊളിച്ച്, ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഒരു 550+ ഒക്കെ മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മെഡിക്കൽ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ആ ഒരു 500 ബാരിയർ എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു 10 വർഷമായിട്ട് നീറ്റ് ബാച്ചുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് 3 തരം സ്റ്റുഡൻസിനെയാണ് ഞാൻ പലപ്പോഴായിട്ട് ബാച്ചുകൾ ഐഡൻറ്റിഫൈ ചെയ്യാറുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു വിഭാഗം ആൾക്കാർ, അവർക്കറിയാം, പഠിക്കാത്ത ആളുകളെ കുറിച്ചല്ല ഇടയിൽ പറയണത്. കുറേ സമയം സ്പെൻഡ് ചെയ്ത് കാര്യങ്ങളും കോൺസെപ്റ്റുകളും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് കാര്യങ്ങൾ അറിയാം, അവർ സൂപ്പർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ കാനോട്ട് സോൾവ്, അവർക്കത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. ഇങ്ങനൊരു മെജോറിറ്റി വിഭാഗം കുട്ടികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവർക്ക് കോൺസെപ്റ്റ് ഒക്കെ അറിയുന്നുണ്ടാവും, പക്ഷേ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സ്ട്രഗിളാണ്. 1-2 തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ 45 ക്വസ്റ്റ്യനിൽ 42-40 ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ആണല്ലോ വരുന്നത്. ബോർഡ് എക്സാമിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള നീറ്റാണ് നമ്മളെപ്പോഴും എഴുതാൻ പോകുന്നത്. ഏതോ ഒരു വർഷത്തെ ബോർഡ് എക്സാമിന് ഒരൊറ്റ പ്രോബ്ലം പോലും ചോദിക്കാത്ത കേരള ബോർഡ് എക്സാം പോലും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലല്ലോ നീറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ. കാര്യങ്ങൾ അറിയാം, അവർക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രയാസം വരുന്നത്. രണ്ടാമത്തത്, ചില ആൾക്കാർ സോൾവ് ചെയ്യും ക്വസ്റ്റ്യൻ, പക്ഷേ 2-3 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ 10-15 ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാവുക. അവർ ഭയങ്കര സ്ലോ ആയിട്ടുള്ള കുട്ടികളെ കാണാൻ വേണ്ടി പറ്റും. മറ്റൊരു വിഭാഗം ആൾക്കാർ ഫാസ്റ്റ് ആൻഡ് അക്യുറേറ്റ് ആണ്. ഞാനിവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഇവിടെയാണ് നമുക്ക് പച്ച കത്തേണ്ടത്, ഇതാണ് നമ്മളെ ഗ്രീൻ സിഗ്നൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ആവേണ്ടത്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കാം. അപ്പം നീറ്റ് എഴുതുന്ന ഒരു കുട്ടി ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ബേസിക് ആയ കോൺസെപ്റ്റാണ് നമ്മുടെ CAS കോൺസെപ്റ്റ്. അതായത് നമുക്ക് കാര്യങ്ങളിൽ അറിയാം, കോണ്ടന്റ് അറിയാമെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് നമുക്ക് അറിയാമെന്നാണ് അർത്ഥം. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ആക്യുറസിയും അതുപോലെ തന്നെ സ്പീഡും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ് നീറ്റിലൊരു നല്ല ടോപ്പ് റാങ്കിലേക്ക് ഒരു 500+ സ്കോറൊക്കെ എത്താനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം. ഇപ്പം ഫിസിക്സിൽ ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ, ആ ഒരു ഭാഗം തിയറി മാത്രമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത് വിട്ടേക്കാം. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ, ഒരാൾക്ക് പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഇക്വേഷൻസ് 4 നേരിട്ട് അറിയാം. അതിൽ പരം അതൊരു 2 1-ഡയമെൻഷണൽ മോഷനുകൾ ക്ലബ് ചെയ്ത ഒരു 2-ഡയമെൻഷണൽ മോഷൻ ആണെന്നും അവിടെ ഉപയോഗിക്കുന്നത് 1-ഡയമെൻഷണൽ മോഷനിലെ ഇക്വേഷൻസ് തന്നെയാണെന്നും കോൺസെപ്ച്വലി അതിനെക്കുറിച്ച് അവെയറായ ഒരു കുട്ടി, ആ കുട്ടി കാര്യങ്ങളൊക്കെ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഒബീഡിയൻ്റ് ആയി ടീച്ചേഴ്സിനോട് ഭയങ്കര റെസ്പെക്റ്റോട് കൂടി കൃത്യമായിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് അത് അക്യുറസിയിൽ സോൾവ് ചെയ്യാൻ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് ആൻസർ കിട്ടുന്ന ഒരു രൂപത്തിലേക്ക് ആ കുട്ടി അപ്പായിട്ടുണ്ടാവില്ല. മാത്രമല്ല, അങ്ങനെ അപ്പാവാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് എത്തിക്കാനുള്ള ഒരു സ്പീഡും കൈ വന്നിട്ടുണ്ടാവില്ല. ഇതൊരു വലിയ പ്രയാസമാണ്. അപ്പോൾ ഞാൻ പറയണത്, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രാഫിക്കൽ സ്ട്രക്ചറിൽ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് കോൺസെപ്റ്റ് അറിയുന്ന കുറേ ആളുകളെ കാണാം അല്ലേ? ഈ ഒരു ഫിഗറിൽ കോൺസെപ്റ്റ് അറിയുന്ന കുറേ ആളുകളുണ്ട്. അവിടുന്ന് അക്യുറേറ്റ് ആയി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിൽ തന്നെ വളരെ കുറച്ച് ആളുകളാണ് ആ അക്യുറസിയോട് കൂടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ നീറ്റ് ക്രാക്ക് ചെയ്യുക, ഒരു 500+ ഒരു ടഫായ നീറ്റ് പരീക്ഷയിലും ക്രാക്ക് ചെയ്യണമെങ്കിലുള്ള ഈ 3 സ്റ്റെപ്പുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണമെന്നാണ് ഈ വീഡിയോ എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്. ചില കുട്ടികൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ ഭയങ്കര സമയം എടുത്ത് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് പേപ്പറൊക്കെ എഴുതാൻ ഒരുപാട് സമയം എടുത്ത് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഈ ഒരു കുട്ടി കൃത്യമായി സ്പീഡിലൂടെ അക്യുറേറ്റായി കോൺസെപ്റ്റ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കുട്ടി ഒരു 40 സെക്കൻഡിനുള്ളിലോ അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 കുട്ടികളും തമ്മിൽ ക്വസ്റ്റ്യൻ ചെയ്തു, ഈ കുട്ടിയും ക്വസ്റ്റ്യൻ ചെയ്തു, ഡിഫറൻസ് എന്ന് പറയുന്നത് റാങ്കാണ്.
ആ റാങ്കിന് വേണ്ടിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മെഡിക്കൽ സീറ്റ് നമ്മുടെ ഈ സ്പീഡിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നോളേജ് ചെക്ക് ചെയ്യുന്ന എക്സാം അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് എല്ലാ ഫാക്ടറുകളും കൂടിച്ചേർന്ന് വരികയും ആ സ്പീഡും ആക്യുറസിയും ഒക്കെ നമ്മുടെ കോൺസെപ്റ്റിലേക്ക് ഉൾച്ചേർന്ന് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ നീറ്റിൽ ഉയർന്ന വിജയം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് ഞാൻ കൃത്യമായി എല്ലാ ടോപ്പിക്കിലെയും കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, രണ്ടാമത് ആ കോൺസെപ്റ്റുകൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് അത് അക്യുറേറ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടോ, മൂന്നാമത് അത് വളരെ എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടോ. ഈ 3 സ്കില്ലുകൾ അക്വയർ ചെയ്യാതെ നീറ്റിൽ ഏറ്റവും ഉയർന്ന മാർക്കും നീറ്റിൽ ഒരു 500+ സ്കോറും ഒക്കെ സ്വപ്നം കാണുന്നതിൽ അർത്ഥമില്ല. അപ്പം ഇതിനു വേണ്ടി ഈ അവസാനത്തെ 30 ദിവസം വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. ഈ ചാനലിൽ തന്നെ നമ്മൾ വ്യത്യസ്തങ്ങളായ ഇത്തരം വീഡിയോകളുമായിട്ട് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇത്തരം സ്ട്രാറ്റജി വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി.